ജനത്തിന് ഇരുട്ടടി നൽകി പാചകവാതക സബ്സിഡി നിർത്തലാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഓരോ LPG സിലിണ്ടറിനും മാസം തോറും 4 രൂപ വീതം വർദ്ധിപ്പിക്കും. വർഷം 48 രൂപ വീതം വർദ്ധിപ്പിച്ച അടുത്ത മാർച്ച് മാസത്തോടെ സബ്സിഡി നിർത്തലാക്കാനാണ് തീരുമാനം. ഈ മാസം മുതൽ വില വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയതായി കേന്ദ്ര പെട്രോളിയം മന്ത്രി ലോക്സഭയിൽ അറിയിച്ചു. LPG സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ഉത്കണ്ഠാജനകമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാധാരണക്കാർക്ക് അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന തീരുമാനം കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ലോക അത്ലറ്റിക് മീറ്റിൽ PU ചിത്രയെ പങ്കെടുപ്പിക്കണമെന്ന ഉത്തരവ് നടപ്പിലാക്കാത്തതിൽ ഹൈക്കോടതി ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷനോട് വിശദീകരണം തേടി. 24-ന് പട്ടികയിൽ ഇല്ലാതിരുന്ന സുധാ സിംഗ് എങ്ങനെ പിന്നീട് പട്ടികയിൽ ഇടം നേടിയെന്നാണ് വിശദീകരിക്കേണ്ടത്. PU ചിത്ര സമർപ്പിച്ച കോടതി അലക്ഷ്യ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. നാളെ ഹർജി വീണ്ടും പരിഗണിക്കും. ലോക അത്ലറ്റിക് മീറ്റിൽ ചിത്രയെ പങ്കെടുപ്പിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാത്തതിനെതിരെയാണ് PU ചിത്ര കോടതി അലക്ഷ്യ ഹർജിയുമായി ഹൈക്കോടതിയെ പരിഗണിച്ച കോടതി ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ അധികൃതരോട് ഇത് സംബന്ധിച്ച് വിശദീകരണം തേടി. ലോക മീറ്റിൽ താരങ്ങളെ ഉൾപ്പെടുത്തുന്നതിനുള്ള സമയപരിധി കഴിഞ്ഞു എന്നായിരുന്നു ഫെഡറേഷൻ കോടതി അറിയിച്ചത്. അങ്ങനെയെങ്കിൽ സുധാ സിംഗ് എങ്ങനെ പട്ടികയിൽ ഇടം നേടിയെന്ന് കോടതി ചോദിച്ചു. 24 അവസാന തീയതിയായി ഫെഡറേഷൻ പറയുന്നത്. 27-ന് പ്രസിദ്ധീകരിച്ച പട്ടികയിൽ സുധാ സിംഗിന്റെയോ PU ചിത്രയുടെയോ പേരുണ്ടായിരുന്നില്ല. എന്നാൽ 30-ന് അന്താരാഷ്ട്ര അത്ലറ്റിക് ഫെഡറേഷന്റെ വെബ്സൈറ്റിൽ സുധാ സിംഗിന്റെ പേര് പ്രത്യക്ഷപ്പെടുന്നു. ഇതെങ്ങനെ സംഭവിച്ചുവെന്നാണ് ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ അധികൃതർ വിശദീകരിക്കേണ്ടത്. ഫെഡറേഷൻ സെക്രട്ടറി ഉടൻ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കണം. സെക്രട്ടറി സ്ഥലത്തില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മറ്റാരെങ്കിലും ഇക്കാര്യം വിശദീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഫെഡറേഷനുമേൽ സർക്കാരിന് നിയന്ത്രണം ഉണ്ടാകേണ്ടതാണെന്നും കോടതി നിരീക്ഷിച്ചു. നാളെ ഹർജി വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആയുർവേദ ചികിത്സയുടെ പേരിൽ മുൻ പോലീസ് മേധാവി TP സെൻകുമാർ വ്യാജരേഖ ചമച്ച കേസിൽ അന്വേഷണം പോലീസിന് കൈമാറും. അവധി സമയത്ത് പൂർണ്ണ ശമ്പളം ആവശ്യപ്പെട്ട് ചികിത്സാരേഖകൾ ചമച്ച കേസിലാണ് അന്വേഷണം. അവധി സമയത്ത് പൂർണ്ണ ശമ്പളം ആവശ്യപ്പെട്ട് മുൻ DGP TP സെൻകുമാർ നൽകിയ ചികിത്സാരേഖകൾ വ്യാജമാണെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. പൂർണ്ണ ശമ്പളം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് നൽകിയ അപേക്ഷയിലെ ചികിത്സാരേഖകളിലാണ് കൃത്രിമം നടന്നത്. അവധിയെടുത്ത കാലത്ത് തിരുവനന്തപുരം ആയുർവേദ മെഡിക്കൽ കോളേജിൽ ചികിത്സ നടത്തിയെന്നും പൂർണ്ണ ശമ്പളം അനുവദിക്കണമെന്നുമായിരുന്നു അപേക്ഷ. അപേക്ഷയ്ക്കൊപ്പം നൽകിയ ചികിത്സാരേഖകൾ വ്യാജമാണെന്ന് പ്രാഥമിക പരിശോധനയിൽ തന്നെ കണ്ടെത്തിയിരുന്നു. ചികിത്സയിലാണെന്ന് പറയുന്ന ദിവസങ്ങളിൽ ഫോൺ രേഖ പ്രകാരം സെൻകുമാർ മറ്റു സ്ഥലങ്ങളിലായിരുന്നു. ആശുപത്രിയിൽ OP ഇല്ലാത്ത ദിവസങ്ങളിലെ OP ടിക്കറ്റും രേഖയായി സമർപ്പിച്ചിട്ടുണ്ട്. രേഖകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ സെൻകുമാറിന് ശമ്പളം കൈമാറിയിരുന്നില്ല. ശമ്പളം കൈമാറാത്തതിനാൽ വിജിലൻസ് അന്വേഷണ പരിധിയിൽ വരില്ലെന്നും വ്യാജരേഖ ചമച്ചതിന് പോലീസ് അന്വേഷണം നടത്തണമെന്നും DGPക്ക് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. നിയമോപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 2016-17 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി സമർപ്പിക്കാനുള്ള സമയപരിധി കേന്ദ്ര സർക്കാർ നീട്ടി. ഓഗസ്റ്റ് 5 വരെയാണ് സമയം നീട്ടിയിരിക്കുന്നത്. ഇൻകം ടാക്സ് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ റിട്ടേൺ ഫയൽ ചെയ്യാം. നോട്ട് അസാധുവാക്കിയ നവംബർ 8-നും ഡിസംബർ 30-നും ഇടയിൽ നടത്തിയ നിക്ഷേപത്തെ സംബന്ധിച്ച വിവരങ്ങളും പ്രത്യേകം നൽകണം. പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കണമെന്നതിന് പുറമെ GSTയുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കൂടി പരിഗണിച്ചാണ് സമയപരിധി നീട്ടിയത്. ആധാർ കാർഡ് പാനുമായി ബന്ധപ്പെടുത്തേണ്ട തീയതി 31 വരെയും നീട്ടിയിട്ടുണ്ട്. ഗവർണറെ ഉപയോഗിച്ച് ഫെഡറൽ സംവിധാനം അട്ടിമറിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ. ജനാധിപത്യ വ്യവസ്ഥ അട്ടിമറിക്കാനുള്ള നീക്കം ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കും. മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് മോശമായി പെരുമാറിയിട്ടില്ല. യോഗം സുഗമമായി നടത്താനുള്ള നടപടിയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചതെന്നും വൈക്കം വിശ്വൻ കോഴിക്കോട് പറഞ്ഞു. കാരണം ഗവർണർമാരെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ താൽപ്പര്യമനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നൊരു രീതി വരുന്നു. അതൊരു ഫെഡറൽ സംവിധാനത്തിന് തന്നെ എതിരായിട്ടുള്ള ഒരു നീക്കം വരും. സംസ്ഥാനത്ത് നടക്കുന്ന അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘർഷങ്ങളുണ്ടായ ജില്ലകളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഓഗസ്റ്റ് 6-ന് വിഷയം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം ചേരും. CPIM BJP നേതാക്കളുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. തിരുവനന്തപുരത്തും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി തുടർന്നു വന്ന രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ CPIM BJP RSS നേതൃത്വവുമായി ചർച്ച നടത്തിയത്. രാഷ്ട്രീയ പാർട്ടികൾ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഒരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളും ഉണ്ടാകരുത് എന്ന് പൊതുവെ തീരുമാനിച്ചു. രണ്ടു കൂട്ടരും രണ്ട് വിഭാഗത്തിൻ്റെയും അണികളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കും. എല്ലാവിധ അക്രമ സംഭവങ്ങളിൽ നിന്നും
ബന്ധപ്പെട്ട അണികൾ ഒഴിഞ്ഞു നിൽക്കുന്നതിനാവശ്യമായ ജാഗ്രത രണ്ടു കൂട്ടരും പാലിക്കുന്നതാണ്. പാർട്ടി ഓഫീസുകളോ സംഘടനാ ഓഫീസുകളോ അതേപോലെ തന്നെ വീടുകളോ ആക്രമിക്കാൻ പാടില്ല എന്ന്. തിരുവനന്തപുരത്ത് നടന്ന സംഭവങ്ങൾ അത്യന്തം നിർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. സംഘർഷങ്ങൾ നടന്നിട്ടുള്ള തിരുവനന്തപുരം, കോട്ടയം, കണ്ണൂർ എന്നീ ജില്ലകളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഉഭയകക്ഷി ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 6-ന് തിരുവനന്തപുരത്ത് സർവകക്ഷി യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തും. ഇരുവിഭാഗങ്ങളുടെയും ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നടപടിയുണ്ടാകണമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇരുഭാഗത്തു നിന്നും ദൗർഭാഗ്യകരമായ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ നടന്ന ഈ സംഭവങ്ങളെ സംബന്ധിച്ച് ഇരുഭാഗത്തു നിന്നും പറയാനുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ സമർപ്പിക്കുകയുണ്ടായി. അതിനുശേഷം പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സംസ്ഥാന നേതാക്കന്മാർ തന്നെ ഇടപെട്ടുകൊണ്ട് തുടർന്നും ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പോലീസിനെ നിഷ്പക്ഷമായി അന്വേഷിക്കാൻ അനുവദിക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു. പോലീസിനെ നിഷ്പക്ഷമായി സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കണം. തെറ്റ് ചെയ്യുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനും നിയമത്തിന്റെ മുന്നിൽ തെറ്റ് ചെയ്തവരെ കൊണ്ടുവരുവാനും പോലീസിന് ബാധ്യതയുണ്ട്. തിരുവനന്തപുരത്തും കോട്ടയത്തും നാളെയും കണ്ണൂരിൽ ഓഗസ്റ്റ് 5-നുമാണ് ഉഭയകക്ഷി ചർച്ചകൾ നടക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരെ ഉഭയകക്ഷി ചർച്ചയിൽ നിന്നും ഒഴിവാക്കിയെന്ന പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം നൽകി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിലേക്ക് മാധ്യമപ്രവർത്തകരെ ക്ഷണിച്ചിരുന്നില്ല. യോഗത്തിന്റെ ആദ്യ ദൃശ്യങ്ങൾ എടുക്കാൻ പോലും ആർക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് നൽകിയിരുന്നില്ല. മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഇത്തരമൊരു ചർച്ച നടത്താൻ കഴിയില്ലെന്നും വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വരുമ്പോൾ മാധ്യമപ്രവർത്തകർ യോഗം നടക്കുന്ന ഹാളിനകത്തായിരുന്നു. അതുകൊണ്ടാണ് അവരോട് പുറത്തു പോകാൻ പറഞ്ഞത്. തുടർന്ന് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ കാണുകയും ചെയ്തെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. ശ്രീകാര്യത്ത് RSS പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിലെ മുഴുവൻ പ്രതികളെയും പോലീസ് പിടികൂടിയതായി സൂചന. സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്ത ഭായ് രതീഷിനെ പോലീസ് പിടികൂടി. രണ്ടാം പ്രതി വിജിത്തിനെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയനാക്കി. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗുണ്ടാവിരുദ്ധ സ്ക്വാഡ് കാര്യക്ഷമമാക്കാൻ DGP തിരുവനന്തപുരം സിറ്റി പോലീസിന് നിർദ്ദേശം നൽകി. തിരുവനന്തപുരം ശ്രീകാര്യത്ത് RSS നേതാവ് രാജേഷിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഴുവൻ പ്രതികളും പോലീസിന്റെ പിടിയിലായതായാണ് സൂചന. കേസിലെ മുഖ്യപ്രതികളും കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരുമായ മണിക്കുട്ടൻ, വിജിത്ത്, പ്രമോദ്, എബി, വിപിൻ, സിബി എന്നിവരടക്കം 11 പേരാണ് പിടിയിലായത്. ഇതിൽ 7 പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഭായ് രതീഷിനെ മംഗലപുരത്ത് നിന്ന് വൈകുന്നേരത്തോടെ പിടികൂടിയിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച തെളിവുകൾ ശാസ്ത്രീയമായി ഉറപ്പിക്കുന്നതിന് വേണ്ടി രണ്ടാം പ്രതി വിജിത്തിനെ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയനാക്കി. നഗരത്തിലെ ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യുന്നതിന് ഗുണ്ടാ സ്ക്വാഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് DGP സിറ്റി പോലീസിന് നിർദ്ദേശം നൽകി. സംസ്ഥാന നോഡൽ ഓഫീസർ P. പ്രകാശിന്റെ നേതൃത്വത്തിൽ DCP അരുൾ RB കൃഷ്ണ, അസിസ്റ്റന്റ് കമ്മീഷണർ സുരേഷ് കുമാറും ഷാഡോ സംഘങ്ങളും ഗുണ്ടാവേട്ടയിൽ പരിശീലനം സിദ്ധിച്ചവരും ഉൾപ്പെട്ടതായിരിക്കും സംഘം. BJP DYFI പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ BJP പ്രവർത്തകരെ രാജേഷ് സഹായിച്ചതിലുള്ള വിരോധം കൊണ്ട് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ FIR റിപ്പോർട്ടിൽ പറയുന്നത്. കൊലപാതകം നടക്കുമ്പോൾ രാജേഷിന് കൂടെയുണ്ടായിരുന്ന അരുൺ എന്ന BJP പ്രവർത്തകൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് FIR തയ്യാറാക്കിയിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ പോലീസിന്റെ കനത്ത സുരക്ഷയിലാണ് ജയിലിലെത്തിച്ചത്. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ് സർക്കിൾ ഇൻസ്പെക്ടർ C. ബിനുകുമാറാണ് ശ്രീകാര്യം കൊലക്കേസ് അന്വേഷിക്കുന്നത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെ പോലീസ് ചോദ്യം ചെയ്തു. ആലുവ പോലീസ് ക്ലബ്ബിൽ 6 മണിക്കൂറോളം അപ്പുണ്ണി നൽകിയ മൊഴികൾ പരിശോധിച്ച ശേഷം നിർണായക നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. സംവിധായകൻ ശ്രീകുമാർ മേനോനെയും ആലുവ പോലീസ് ക്ലബ്ബിൽ ചോദ്യം ചെയ്തിരുന്നു. കേസിലെ മറ്റൊരു പ്രതിയായ വിപിൻ ലാലിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ആലുവ പോലീസ് ക്ലബ്ബിൽ ക്രൈംബ്രാഞ്ച് SP സുദർശനൻ, പെരുമ്പാവൂർ CI ബൈജു പൗലോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അപ്പുണ്ണിയെ ചോദ്യം ചെയ്തത്. മാധ്യമങ്ങളെ വെട്ടിച്ച് നാടകീയമായാണ് അപ്പുണ്ണി പോലീസ് ക്ലബ്ബിലെത്തിയത്. പൾസർ സുനി അപ്പുണ്ണിയെ നിരവധി തവണ ഫോണിൽ വിളിച്ചിരുന്നതായി കോൾ രേഖകളിൽ നിന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ തെളിവുകൾ നിരത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. സുനി അപ്പുണ്ണിയെ വിളിച്ചപ്പോഴെല്ലാം ദിലീപിന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്ന കാര്യവും പോലീസ് ചോദിച്ചറിഞ്ഞു. എന്നാൽ ഇക്കാര്യത്തിൽ അപ്പുണ്ണി കൃത്യമായ മറുപടി നൽകിയിട്ടില്ലെന്നാണ് വിവരം. സുനിയെ അറിയില്ലെന്ന മൊഴിയിൽ ദിലീപും കാവ്യയും ഉറച്ചു നിൽക്കുമ്പോൾ അപ്പുണ്ണിയുടെ മൊഴി കേസിൽ നിർണായകമാണ്. 6 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിൽ നൽകിയ മൊഴികൾ പരിശോധിച്ച ശേഷം വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നാണ് സൂചന. അതിനിടെ ജയിലിൽ സുനിക്ക് കത്തെഴുതാൻ സഹായിച്ച വിപിൻ ലാലിനെയും പോലീസ് ക്ലബ്ബിൽ എത്തിച്ചിരുന്നു. പോലീസ് കസ്റ്റഡിയിലായിരുന്ന വിപിൻ ലാലിനെ അപ്പുണ്ണിക്കൊപ്പം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു. തന്നെ ഭീഷണിപ്പെടുത്തിയാണ് കത്ത് എഴുതിച്ചതെന്ന് വിപിൻ ലാൽ നേരത്തെ മൊഴി നൽകിയിരുന്നു.
ഈ കത്ത് അപ്പുണ്ണിയുടെ മൊബൈലിലേക്ക് സുനി വാട്സപ്പ് വഴി അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തത്. അതിനിടയിൽ മഞ്ജു വാര്യരുടെ അടുത്ത സുഹൃത്തും സംവിധായകനുമായ ശ്രീകുമാർ മേനോനും അന്വേഷണ സംഘത്തിന് മുൻപാകെ 1 മണിക്കൂറോളം മൊഴി നൽകി. ദിലീപിന്റെ മൊഴിയിൽ മുംബൈ കേന്ദ്രീകരിച്ച് തനിക്കെതിരെ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഈ മൊഴിയിൽ വ്യക്തത തേടാനാണ് മുംബൈ നിവാസിയായ ശ്രീകുമാർ മേനോനെ ചോദ്യം ചെയ്തത്. ഈ മൊഴികളെല്ലാം ക്രോഡീകരിച്ച് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടവരെ ഇനിയും വിളിച്ചു വരുത്തുമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചത്. എല്ലാ പഴുതുകളും അടച്ച് അനുബന്ധ കുറ്റപത്രം തയ്യാറാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ ഇനിയും നിരവധി പേരെ ചോദ്യം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് പി യു ചിത്രയെ ഒഴിവാക്കാൻ വൻ ഗൂഢാലോചന നടന്നുവെന്ന് ടി.പി. ദാസൻ. പി യു ചിത്രയ്ക്കായി നിയമ പോരാട്ടം തുടരുമെന്നും ടി.പി. ദാസൻ വ്യക്തമാക്കി. ഒരു വാക്കും എനിക്ക് മനസ്സിൽ തോന്നില്ല. നെറികേട് എന്നാണോ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയാണോ, ഒരു നാടൻ പന്തുകളിയിൽ പോലും സ്വീകരിക്കാത്ത നിലപാട് ആണ് ഇത് എന്നാണ് ഞങ്ങളുടെ ശക്തമായ അഭിപ്രായം. ഇതിനെ നിയന്ത്രിക്കാൻ ആരുമില്ലേ? ഇതിപ്പോൾ രണ്ടും ഇപ്പോൾ സെലക്ഷൻ കമ്മിറ്റിയാണ് നടത്തുന്നതെന്ന് പറയും. സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ തന്നെ വ്യക്തമാക്കിയതും ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ? അത് ഇവരെല്ലാം കൂടി തീരുമാനിച്ചാണ്. ഞാൻ ഒരു അഭിപ്രായം ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നാണ്.